ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണോളജി, മൈക്രോബയോളജിക്കകത്ത് ഇമ്മ്യൂണോളജി പോർഷനകത്തുള്ള കോംപ്ലിമെൻറ്റ് പാത്വേനെ കുറിച്ചിട്ടാണ്. കോംപ്ലിമെൻറ്റ് പാത്വേ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലിമെൻറ്റ് പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ എന്താ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ ഇനാക്റ്റീവ് ഫോം ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ്റെ ഇനാക്റ്റീവ് ഫോമിനെയാണ് കോംപ്ലിമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ദേ ആർ മെയിൻലി പ്രസൻറ്റ് ഇൻ ദി സെറം ആൻഡ് എപ്പോഴായിരിക്കും അവർ ആക്ടിവേറ്റ് ആവുന്നത്? ഫോളോയിങ് സം ഇൻഫെക്ഷൻസ് ഓർ വാക്സിനേഷൻ ദേ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. വൺസ് ദേ ഗെറ്റ് ആക്ടിവേറ്റഡ് വാട്ട് ദേ ഡു, ദേ വിൽ ബൂസ്റ്റ് അവർ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂട്ടും, എൻഹാൻസ് ചെയ്യും. ഓക്കെ, അവർക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ദേ വിൽ ബൈൻഡ് ടു എഫ് സി റീജിയൻ ഓഫ് ദി ആൻറ്റിബോഡീസിന് എഫ് സി റീജിയനിൽ മാത്രമേ ഇവർ ബൈൻഡ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ബൈൻഡ് ചെയ്യൂ. ഒരു ഫ്രീ ആൻറ്റിബോഡിനോട് കോംപ്ലിമെൻറ്റ് ബൈൻഡ് ചെയ്യില്ല. ആൻറ്റിബോഡി കോംപ്ലക്സിനോട് മാത്രമേ ഈ കോംപ്ലിമെൻറ്റ് ബൈൻഡ് ചെയ്യുള്ളൂ. ബൈൻഡ് ചെയ്യുമ്പോൾ എവിടെ ബൈൻഡ് ചെയ്യുന്നത്? എഫ് സി റീജിയൻ ഓഫ് ദി ആൻറ്റിബോഡി. ഓക്കെ, പിന്നെ ഉള്ളത് ദേ ആർ ഹീറ്റ് ലബൈഡ്. അതുകൂടാതെ തന്നെ സ്പീഷീസ് നോൺ സ്പെസിഫിക് ആണ് ഇവർ. പിന്നെ കോംപ്ലിമെൻറ്റ് പാത്വേ എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ, ലെസിത്തിൻ ആൻഡ് ഓൾട്ടർനേറ്റ്. ക്ലാസിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിനോട് C1 കോംപ്ലിമെൻറ്റ് ബൈൻഡ് ചെയ്യും. C1 എന്ന് പറയുമ്പോൾ C1Q, C1R ആൻഡ് CNS ഉണ്ട്. ഇതിനകത്ത് C1Q എന്നുള്ളത് കാൽഷ്യത്തിൻ്റെ പ്രസൻസിൽ ആക്ടിവേറ്റ് ആവും. ആൻഡ് ഈ C1Q C1Rനെ C1Sനും ആക്ടിവേറ്റ് ആക്കും. അങ്ങനെ ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് കാസ്കേഡിലുള്ള ആ റിയാക്ഷനിലുള്ള ഫസ്റ്റ് കോംപ്ലിമെൻറ്റിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി C1. ഓക്കെ, AGAB C1. നെക്സ്റ്റ് വൺ എന്നുള്ളത് C4 ആഡ് ചെയ്യും. C4 ആഡ് ചെയ്യുമ്പോഴത്തേക്കും C4Aയും C4B ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? ബിക്കോസ് പ്രോട്ടിയോലൈസിസ് സംഭവിക്കണം. കോംപ്ലിമെൻറ്റ് പ്രോട്ടിയോലൈസിസ് സംഭവിച്ചാൽ മാത്രമേ അവർ ആക്റ്റീവ് ആവുള്ളൂ. ആക്റ്റീവായിട്ട് ഈ B എന്ന് പറയുന്നത് ലാർജർ ഫ്രാഗ്മെൻറ്റും A എന്ന് പറയുന്നത് സ്മോളർ ഫ്രാഗ്മെൻറ്റുമാണ്. ഈ B എന്ത് ചെയ്യും? എഫ് സി റീജിയനോട് ബൈൻഡ് ചെയ്യും. A എന്നുള്ളത് അനാഫൈലോടോക്സിൻസ് ആണ്. ചില കോംപ്ലിമെൻറ്റ് പാത്വേയിൽ കൈനിൻ ലൈക്ക് ആക്ടിവിറ്റീസ് ആയിരിക്കും ചില സ്മോൾ ഫ്രാഗ്മെൻറ്റ്സിൽ ഉണ്ടാകുന്നത്. അങ്ങനെ സ്മോളറല്ല, ലാർജർ ഫ്രാഗ്മെൻറ്റ്സിൽ ഉണ്ടാകുന്നത്. ആ ടൈമിൽ ലൈക്ക് C2 ആണെങ്കിൽ C2A C2Bക്കകത്ത് C2Bക്ക് കൈനിൻ ലൈക്ക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അവരെ റിമൂവ് ചെയ്യും. അല്ലാത്ത സമയത്തൊക്കെ നോർമലി A ഫ്രാഗ്മെൻറ്റിനായിരിക്കും റിമൂവ് ചെയ്യുന്നത്, സ്മോളർ ഫ്രാഗ്മെൻറ്റിനായിരിക്കും റിമൂവ് ചെയ്യുന്നത്. അപ്പം കോംപ്ലിമെൻറ്റ് പാത്വേയുടെ ക്ലാസിക്കൽ പാത്വേയിൽ ഫസ്റ്റ് ഓഫ് ഓൾ C1നെ ആഡ് ചെയ്തു. നെക്സ്റ്റ് C4നകത്ത് C4B ആയിരിക്കും കാസ്കേഡിനകത്ത് ഉണ്ടാവുന്നത്. A എന്ത് ചെയ്യും? അനാഫൈലോടോക്സിൻ ആകുമ്പോൾ റിമൂവ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് C2നകത്ത് C2A C2B ആയിട്ട് ഫോം ചെയ്യും. എന്നിട്ട് C2Bക്ക് കൈനിലേക്ക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അവരെ റിമൂവ് ചെയ്ത് C2B ആഡ് ചെയ്തു. അങ്ങനെ എന്ത് ഫോം ചെയ്യും? AGAB. അങ്ങനെ എന്ത് ഫോം ചെയ്യും? C14B 2A ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ പാത്വേ. ലെസിത്തിൻ പാത്വേ എന്ന് പറയുമ്പോഴത്തേക്ക് MBL പ്ലസ് മാനോസ് റെസിഡ്യൂസ് ഓൺ ദി മൈക്രോബിയൽ സർഫസ് ആയിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. ആ ഒരു കോംപ്ലക്സിനകത്തേക്ക് MASP ബൈൻഡ് ചെയ്യുമ്പോൾ MBL MASP കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിനോട് എന്താ ആദ്യം ആഡ് ചെയ്യുന്നത്? ഇവിടെ C1 ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. സിമിലർ ടു ദ ക്ലാസിക്കൽ പാത്വേ. ആദ്യം C4നെ ആഡ് ചെയ്തു. അങ്ങനെ MAP MASP എന്ത് ഫോം ചെയ്യും? MBL MASP C4B എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇതിലൂടെ 2 ആഡ് ചെയ്യുമ്പോഴത്തേക്കും C2 ആഡ് ചെയ്യുമ്പോഴത്തേക്കും C2A ആണ് ആഡ് ചെയ്യുന്നത്. സോ MBL MASP C4B 2A ഫോം ചെയ്യും. ഇതാണ് C3 കൺവെർട്ടേസ്. ഓൾട്ടർനേറ്റീവ് പാത്വേയുടെ ആണെങ്കിൽ ഇതേപോലെ തന്നെ C3 ഹൈഡ്രോലൈസിസ്, സ്പോണ്ടേനിയസ് ഹൈഡ്രോലൈസിസ് ആയിരിക്കും നടക്കുന്നത് C3ക്ക്. അങ്ങനെ C3 ഹൈഡ്രോലൈസിസ് നടക്കുമ്പോഴത്തേക്കും ഒരു ബാക്ടീരിയൽ എൻഡോടോക്സിൻ വരുമ്പോഴായിരിക്കും C3 ഹൈഡ്രോലൈസിസ് നടക്കുന്നത്. അങ്ങനെ C3 എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് സർക്കുലേഷനിൽ കാണാൻ പറ്റും. അങ്ങനെ ഫ്രീ ആയിട്ട് സർക്കുലേഷനിൽ കാണുന്ന C3B എന്നുള്ളത് ബൗണ്ട് ഫോമിൽ ആയി മാറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഫാക്ടർ B അവരോട് ബൈൻഡ് ചെയ്യും. അങ്ങനെ C3B B ആയിട്ട് മാറും. ഈ C3B ഒരു കോംപ്ലക്സ് അല്ല. കാരണം B എന്നുള്ളത് സ്മോൾ ബി ലൈക്ക് ക്യാപിറ്റൽ ബി സ്മോളർ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, അതായത് ഈ ലാർജർ ഫ്രാഗ്മെൻറ്റ് സ്മോളർ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് ഫാക്ടർ B ആഡ് ചെയ്യുമ്പോൾ C3B ക്യാപിറ്റൽ ബി എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഫാക്ടർ D വരുമ്പോൾ ഇവർ ഡിവൈഡ് ചെയ്യും. ക്യാപിറ്റൽ ബിനെ ക്യാപിറ്റൽ B സ്മോൾ എ ക്യാപിറ്റൽ B സ്മോൾ ബി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഇവരെന്ത് ഫോം ചെയ്യും? C3 സ്മോൾ ബി ക്യാപിറ്റൽ B സ്മോൾ ബി ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അതായത് C3 കൺവേർട്ടേഴ്സ്. പിന്നെ ഇവർ ഈ 3 പാത്വേസും C3കകത്ത് C3Aനെ അനാഫൈലോടോക്സിക് ആയിട്ട് റിമൂവ് ചെയ്യും. C3Bനെ ആഡ് ചെയ്യും. അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ C3B ഓരോന്നിൻ്റെ കൂടെ C3B ആഡ് ചെയ്ത് എന്തായിട്ട് മാറും? ഇതെല്ലാം C3 കൺവേർട്ടേഴ്സായിട്ട് മാറും. ഈ C3 കൺവേർട്ടേഴ്സിനകത്ത് C5 ആഡ് ചെയ്യും. C5 ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ C5A അനാഫൈലോടോക്സിൻ ആയതുകൊണ്ട് അവരെ റിമൂവ് ചെയ്യും. ഫൈനലി C5B കോംപ്ലക്സ് ഫോം ചെയ്യും.
ഇപ്പം ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. അത് ഇപ്പോൾ നോക്കുന്നുണ്ട്. സോ നമുക്ക് നേരിട്ട് അത് ഫോട്ടോ വെച്ച് പറയാമല്ലേ. ഇനി 2 സ്റ്റെപ്പ് കൂടെ ബാലൻസ് ഉണ്ട്. C5 കഴിഞ്ഞിട്ട് 6, 7 ആഡ് ചെയ്യും. അങ്ങനെ C5B 6, 7 ദെൻ 8, 9 ആഡ് ചെയ്യുമ്പോൾ C5B 6, 7, 8, 9. സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. അതിൽ ഇൻ ഡീറ്റെയിൽ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ നേരെ നമുക്ക് വീഡിയോ കാണാം. Complement. So what is complement? Complement represents a group of protein normally found in the serum in an inactive form, but when activated they augment the immune response. So complement എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. നോർമലി സ്ഥലത്തിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ആൻഡ് നോർമലി അവർ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കാണുന്നത്. ആൻഡ് ദേ വിൽ ഗെറ്റ് early activated during infection, following infection or vaccination. And once they get activated, they will augment the immune responses. Okay, so complement എന്ന് പറയുമ്പോൾ എന്താ, കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ഇനാക്റ്റീവ് ഫോമിലുള്ള ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഓർ ഫോളോയിങ് എൻ ഇൻഫെക്ഷൻ ഓർ വാക്സിനേഷൻ ദേ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. വൺസ് ദേ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് എന്ത് സംഭവിക്കും, ഇമ്മ്യൂൺ റെസ്പോൺസ് എൻഹാൻസ് ചെയ്യും. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ദേ വിൽ ബൈൻഡ് ടു FC റീജൻ ഓഫ് ആൻറ്റിബോഡി. ഈ FC റീജൻ ഓഫ് ആൻറ്റിബോഡിയോട് ബൈൻഡ് ചെയ്യുമെന്ന് പറയുമ്പോഴും ഫ്രീ ആൻറ്റിബോഡീസിനോട് ഇവർ ബൈൻഡ് ചെയ്യില്ല. വൺസ് ദി ആൻറ്റിബോഡി ബൗണ്ട് ടു ദി ആൻറ്റിജൻ, ദറ്റ് ഇസ് ആൻറ്റിബോഡി ആൻറ്റിജൻ കോംപ്ലക്സിനോട് മാത്രമേ ഇവർ പോയി ബൈൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ആ ബൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫിക്സിങ് ഓർ കൺസപ്ഷൻ. വൺസ് ഇവർ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ദേ വിൽ ഡിസപ്പിയർ ഫ്രം ദി സെറം ഫോളോയിങ് ബൈൻഡിങ്. ദെൻ റോൾ ഓഫ് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ ഫ്രീ ആൻറ്റിബോഡീസിനോട് ഇവർ ബൈൻഡ് ചെയ്യില്ല. ഇൻ കേസ് ഓഫ് ക്ലാസിക്കൽ പാത്വേ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിലാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ഒരിക്കലും ഫ്രീ ആൻറ്റിബോഡീസിനോട് ഇവർ ബൈൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് സ്പീഷീസ് നോൺ സ്പെസിഫിക് ആണ്. ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റ് ഫ്രം വൺ സ്പീഷീസ് ക്യാൻ റിയാക്ട് വിത്ത് ആൻറ്റിബോഡീസ് ഫ്രം ദി അതർ സ്പീഷീസ്. That is species non-specific. And they are heat level. Complement get denatured by heating the serum at 56 degrees Celsius for 30 minutes. And serum with the lowest complement activity is known as inactivated serum. ഒരു ഹീറ്റ് ലെവലാണ്, സ്പീഷീസ് നോൺ സ്പെസിഫിക് ആണ്. റോൾ ഓഫ് ആൻറ്റിജൻ്റെ കാര്യം പറയുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിനോട് മാത്രമേ ഇവർ ബൈൻഡ് ചെയ്യുള്ളൂ, ഫ്രീ ആയിട്ടിരിക്കുന്ന ആൻറ്റിബോഡീസിനോട് ബൈൻഡ് ചെയ്യില്ല. ആൻഡ് BC റീജിയൻ ഓഫ് ആൻറ്റിബോഡിയിൽ എവിടെ അവർ ബൈൻഡ് ചെയ്യാൻ പോകുന്നത്, FC റീജിയൻ ഓഫ് ദി ആൻറ്റിബോഡിയിലായിരിക്കും ഇവർ ബൈൻഡ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കോംപ്ലിമെൻറ്റ്? കോംപ്ലിമെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ normally found in the serum in an inactive form, but when activated they augment the immune response. In complement proteins there are 9 components. Okay, 9 components into complement component, which includes C1 to C9. So we need to learn C1q, C1r and C1s. They are synthesized in the liver. Major site of synthesis liver ആണ്. And minor site of synthesis of complement occurs in blood monocyte, tissue macrophage, epithelial cells of GIT and genitourinary tract. ഇവിടെയൊക്കെയാണ് മൈനർ സൈറ്റ്. മേജർ സൈറ്റ് ലിവർ ആണ്. ദെൻ കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ. കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പം ദേ ആർ സിന്തസൈസ്ഡ് ഇൻ ആൻ ഇനാക്റ്റീവ് ഫ്രം മേജർലി ഫ്രം ദി ലിവർ. ഇവരെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടിയോലൈസിസ് സംഭവിക്കണം. പ്രോട്ടിയോലൈസിസ് സംഭവിക്കുമ്പോഴാണ് ഇവർ ആക്റ്റീവ് ആവുക. പ്രോട്ടിയോലൈസിസ് എന്ന് പറയുമ്പോൾ എന്താ, ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ അല്ലേ. അങ്ങനെ ഇവർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ 2 ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറും. ഒന്ന് A ഫ്രാഗ്മെൻറ്റും രണ്ടാമത്തത് B ഫ്രാഗ്മെൻറ്റ്. അതാണ് C1 എന്നുള്ളത് C1A C1B ആവും. C2 ആണെങ്കിൽ C2A C2B. അങ്ങനെ 2 ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറും. B ഫ്രാഗ്മെൻറ്റ് ലാർജ് ഫ്രാഗ്മെൻറ്റും A ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ഫ്രാഗ്മെൻറ്റുമാണ്. 2 അൺഈക്വൽ ഫ്രാഗ്മെൻ്റ് ആയിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തത്. During proteolysis, the smaller fragment is removed, exposing the active site of the larger fragment. അപ്പോൾ ഈ പ്രോട്ടിയോലൈസിസ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, പ്രോട്ടിയോലൈസിസ് സംഭവിക്കുമ്പോഴത്തേക്കും സ്മോളർ ഫ്രാഗ്മെൻ്റ് അല്ലോ, ദാറ്റ് ഇസ് A ഫ്രാഗ്മെൻറ്റിനെ അവർ റിമൂവ് ചെയ്യും. C1Aയും C1Bയും C1 വേണം, C2Aയും C2Bയും ഉണ്ട്. അതിൽ C2Aനെ റിമൂവ് ചെയ്യും. C2Bൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ത് ചെയ്യും, ബൈൻഡിങ്ങിന് വേണ്ടി ഇവർ എക്സ്പോസ് ചെയ്യും. എക്സ്പോസിങ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി ലാർജർ ഫ്രാഗ്മെൻറ്റ്. അത് B ഫ്രാഗ്മെൻറ്റിന് ലാർജർ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നു. C2ൻ്റെ കേസിൽ C2B ആയിരിക്കും ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, the larger fragment participate in the cascade reaction of the complement pathway, and the smaller fragment diffuses away to mediate other functions. Smaller fragment and the other functions mediate. Larger fragment they will participate in cascade reaction. Okay, അതിപ്പം കോംപ്ലിമെൻറ്റ് പാത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. കാസ്കേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ദ ഫ്രാഗ്മെൻറ്റ് ഓഫ് കോംപ്ലിമെൻറ്റ് ഇൻറ്ററാക്ട് ഇൻ എ ഡിഫിനിറ്റ് സിക്വൻഷ്യൽ മാനർ
sequential manner with a cascade-like effect which leads to the formation of complex. Such complex having enzymatic activity is designated by putting a bar. So cascade reaction എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോംപ്ലക്സ് ഇവർ ഫോം ചെയ്യുന്നുണ്ട്. ഈ കാസ്കേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലാർജർ ഫ്രാഗ്മെൻറ്റ് ഗ്രൂപ്പ് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ടാവും. ആ കോംപ്ലക്സ് എന്നുള്ളത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ബാർ സൈൻ വെച്ചിട്ടാണ്. ലൈക്ക് CB, capital B, small b bar, like this. Okay, now what is complement pathway? Complement pathway 3 types ഉണ്ട്. ക്ലാസിക്കൽ പാത്വേ, ഓൾട്ടർനേറ്റീവ് പാത്വേ ആൻഡ് ലെസിത്തിൻ പാത്വേ. ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ദറ്റ് ഈസ് ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് പാത്വേ ആണ്. ഓൾട്ടർനേറ്റീവ് പാത്വേ എന്ന് പറയുമ്പം ആൻറ്റിബോഡി ഇൻഡിപെൻഡൻറ്റ് പാത്വേ ആണ് ഓൾട്ടർനേറ്റീവ് പാത്വേ. ലെസിത്തിൻ പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും ദേ റിസംബിൾ ക്ലാസിക്കൽ പാത്വേ ബട്ട് ഇറ്റ് ഈസ് ആൻറ്റിബോഡി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇതാണ് ഡിഫറൻസ് വരുന്നത്. ക്ലാസിക്കൽ പാത്വേയിൽ യൂസ് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന കോംപ്ലിമെൻറ്റ്സ് തന്നെ ആയിരിക്കും ലൈക്ക് C3 കൺവെർട്ടേഴ്സ് അതിൻ്റെ ഫോർമേഷൻ വരെ സെയിം കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും ലെസിത്തിൻ പാത്വേയിലും യൂസ് ചെയ്യുന്നത്. അതാണ് സിമിലർ ആണ്, റിസംബിൾസ് ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിക്ചറിൽ കാണാൻ പറ്റും. ദിസ് ഇസ് ക്ലാസിക്കൽ പാത്വേ. ലെസിത്തിൻ പാത്വേ ആണ്. ഇത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവിടെ C2നെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും C2നെ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ. അതിന് മുമ്പായിട്ട് C4നെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും C4നെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് C1 മാത്രമുള്ള എക്സെപ്ഷനായിട്ട്. ഇതാണ് സിമിലർ എന്ന് പറഞ്ഞത്. ബട്ട് ഇവിടെ ആൻറ്റിബോഡി ഡിപ്പെൻഡൻ്റ് ആണ്, ഇവർ ആൻറ്റിബോഡി ഡിപ്പെൻഡൻ്റ് അല്ല. ആൻഡ് ഇവരും ആൻറ്റിബോഡി ഡിപ്പെൻഡൻ്റ് അല്ല. Stages of complement activation. There are 4 main stages for the complement activation. One is initiation of the pathway, next is formation of C3 convertase, next formation of C5 convertase and formation of membrane attack complex. ഇതാണ് 4 stages of complement activation. First of all, initiation of pathway. ഇനീഷ്യേഷൻ ഓഫ് ഇപ്പോൾ ക്ലാസിക്കൽ പാത്വേയുടെ ആണ് ആദ്യം പറയാൻ പോണത്. ക്ലാസിക്കൽ പാത്വേയുടെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ക്ലാസിക്കൽ പാത്വേയുടെ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും C1 കോംപ്ലിമെൻ്റ് ആണ് അവിടെ വരുന്നത് ഇനീഷ്യേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ക്ലാസിക്കൽ പാത്വേ നമുക്കറിയാം ഇതൊരു ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് പാത്വേ ആണ്. സോ ഇവർ ആൻറ്റിജൻ ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിബോഡിനോട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. ആൻഡ് ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ഏത് ആൻറ്റിബോഡിയാണ് മോസ്റ്റ് പ്രിഫേർഡ് അല്ലെങ്കിൽ ലീസ്റ്റ് പ്രിഫേർഡ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിസെൻഡിങ് ഓർഡർ ഓഫ് എബിലിറ്റി ഓഫ് ആൻറ്റിബോഡി ടു ഫിക്സ് കോംപ്ലിമെൻറ്റ്. മോസ്റ്റ് പൊട്ടൻ്റ് ആയിട്ടുള്ളത് IgM ആണ്, ലീസ്റ്റ് IgG2. ഓക്കെ, ദെൻ ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ ബൈൻഡിങ് ഓഫ് C1, ദറ്റ് ഇസ് കോംപ്ലിമെൻറ്റ് 1, C1 ടു ദി ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ഇതാണ് ആൻറ്റിജൻ ക്ലാസിക്കൽ പാത്വേയിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്തിട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്തു, ബൈൻഡ് ചെയ്തിട്ട്. ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിനോട് C1 ആണ് ഇനീഷ്യേഷൻ സ്റ്റെപ്പിൽ ആഡ് ചെയ്തേക്കുന്നത്. C1 along with the calcium, C1Q, C1R, C1S ഇവിടെ ആഡ് ചെയ്തപ്പം ആൻറ്റിജൻ ആൻറ്റിബോഡി C1 കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാറിലിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, കാസ്കേഡ് റിയാക്ഷൻ. അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി C1 ആയിട്ട് ഫോം ചെയ്തു. നെക്സ്റ്റ് എന്താ? ഫോർമേഷൻ ഓഫ് C3 കൺവെർട്ടേഴ്സ്. C3 കൺവെർട്ടേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇവർ യൂസ് ചെയ്തത് C4നെയാണ്. C4 ഇസ് ആൻ അനാഫൈലാടോക്സിൻ. ഓക്കെ, നമ്മൾ ഇനീഷ്യേഷൻ്റെ ആണ് നേരത്തെ പറഞ്ഞത് ബൈൻഡിങ് ഓഫ് C1 ടു ദി ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. C1 ഈസ് ലൈക്ക് C1നകത്ത് C1Q ഉണ്ട്, C1R ഉണ്ട്, C1S ഉണ്ട് ബൈൻഡ് ചെയ്യാനായിട്ട്. ആൻഡ് ആൻറ്റിബോഡിയുടെ കേസിലോ ദി ഇഫക്റ്റീവ് ആക്ടിവേഷൻ ഓഫ് ക്ലാസിക്കൽ പാത്വേ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ഇറ്റ്സ് ഗ്ലോബിൻ ചെയിൻ ബൈൻഡ് ചെയ്തിരിക്കണം സൈറ്റിൽ. അങ്ങനെയാകുമ്പോഴാണ് ഇഫക്റ്റീവ് ആക്ടിവേഷൻ ഓഫ് ക്ലാസിക്കൽ പാത്വേ നടക്കുന്നത്. IgM ആണെന്നുണ്ടെങ്കിൽ ദേ ആർ പെൻഡാവലൻറ്റ്. അതുകൊണ്ട് ഒരു IgMൻ്റെ 2 ഗ്ലോബിൻ സൈറ്റിൽ പോയിട്ട് ഇവർ ബൈൻഡ് ചെയ്യണം. IgGയുടെ കേസിലാണെങ്കിൽ ദേ ആർ മോണോമർ. അതുകൊണ്ട് തന്നെ 2 ഇമ്മ്യൂണോഗ്ലോബുലിൻ കോംപ്ലക്സ് വേണ്ടി വരും, ഇമ്മ്യൂണോഗ്ലോബുലിൻ IgG മോളിക്യൂൾസ് വേണ്ടി വരും ടു ഇനീഷ്യേറ്റ് ദി പ്രോസസ്. Calcium channel required ആണ്. C1Q bind in the presence of calcium ion and which in turn activates C1R followed by C1S. ഓക്കെ, ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്ത് ആ കോംപ്ലക്സിനോട് എന്ത് ചെയ്യും? C1നെ ആഡ് ചെയ്യും. C1 കോംപ്ലിമെൻറ്റ് ആഡ് ആവും. ദാറ്റ് ഈസ് C1Q, C1R ആൻഡ് C1S. C1Q along in the presence of calcium അവർ ആക്റ്റീവ് ആവും. ആൻഡ് C1Q will activate both C1R and C1S. അങ്ങനെ ഇവരെന്ത് ഫോം ചെയ്യും? ആൻറ്റിജൻ ആൻറ്റിബോഡി C1 കോംപ്ലിമെൻറ്റ് ഫോം ചെയ്യും.
നെക്സ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് C3 കൺവെർട്ടേഴ്സ്. C3 കൺവെർട്ടേഴ്സ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ആക്ടിവേറ്റഡ് C1s ഉണ്ടല്ലോ, ദേ ആക്ട് ആസ് എസ്റ്ററേസ് ആൻഡ് വിച്ച് ക്ലീവ് C4 ടു പ്രൊഡ്യൂസ് C4A. C4A ഒരു അനാഫൈല ടോക്സിനാണ്, സ്മോൾ ഫ്രാഗ്മെൻ്റ് അല്ലേ എ, അതുകൊണ്ട് അവരെ റിമൂവ് ചെയ്യും. C4B എന്നുള്ളത് ജോയിൻ ചെയ്യും, അങ്ങനെ C14B ആവും. ഓക്കെ, ഈ പിക്ചറിൽ കാണാം C4 എന്നുള്ളത് C1s എന്നുള്ളത് ഒരു എസ്റ്ററേസ് ആണ്, വിച്ച് വിൽ ക്ലീവ് C4 ഇൻറ്റു C4A ആൻഡ് C4B. ഈ എസ്റ്ററേസ് എന്ന് പറയാൻ കാരണം എന്താ? പ്രോട്ടിയോലൈസിസ് നടത്തുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സോ C4Aയും C4B ആയിട്ട് മാറും. C4Aനെ റിമൂവ് ചെയ്തു, സ്മോളർ ഫ്രാഗ്മെൻറ്റ്. C4B എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്തു കാസ്കേഡിൽ, അങ്ങനെ C14B ആയിട്ട് മാറി. ദെൻ ഫോർമേഷൻ ഓഫ് C5 കൺവെർട്ടേഴ്സ്. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും C3 കൺവെർട്ടേഴ്സ് ഹൈഡ്രോലൈസിസ് മെനി C3 മോളിക്യൂൾസ്. അങ്ങനെ ഇത് ഹൈഡ്രോലൈസിസ് വഴി C3Aയും C3B ആയിട്ട് കൺവേർട്ട് ആവും. ഇതിനകത്ത് C3A എന്നുള്ളത് എന്താ? അനഫൈല ടോക്സിനാണ്, അത് റിമൂവ് ആയി. ആൻഡ് C3B എന്ത് ചെയ്യും? ജോയിൻ ചെയ്തു. ഓക്കെ, ആൻഡ് അങ്ങനെ ഇവരെന്ത് ഫോം ചെയ്യും? C5 കൺവെർട്ടേഴ്സ് ഫോം ചെയ്യും ഇൻ കേസ് ഓഫ് ക്ലാസിക്കൽ പാത്വേ. ആൻഡ് ഫൈനലി എന്ത് ചെയ്യണം? ഫോർമേഷൻ ഓഫ് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്. ഈ C5 കൺവെർട്ടേഴ്സ് തൊട്ട് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ഒക്കെ സിമിലർ ആണ്, ക്ലാസിക്കൽ പാത്വേ ആണെങ്കിലും ഓൾട്ടർനേറ്റീവ് പാത്വേ ആണെങ്കിലും ലെസിത്തിൻ പാത്വേ ആണെങ്കിലും. അതായത് C5 കൺവെർട്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 3 പാത്വേസിലും ഈ C3നെ C3A C3B ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് C3A എന്നുള്ളത് അനാഫൈല ടോക്സിൻ ആയതുകൊണ്ട് റിമൂവ് ചെയ്യും, അതിൻ്റെ കൂടെ C3B ആഡ് ഓൺ ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത് എല്ലായിടത്തും. അതേപോലെ മെംബ്രെയിൻ അറ്റാക്സ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ C5 വിൽ കൺവെർട്ടേഴ്സ് ഉണ്ട്, C5 കൺവെർട്ടേഴ്സ് വിൽ ക്ലീവ് C5 ഇൻറ്റു C5A ആൻഡ് C5B. എന്നിട്ട് ഈ C5B എന്ത് ചെയ്യും? ആഡ് ചെയ്യും. C5 അനാഫൈല ടോക്സിനകത്ത് പോയി റിലീസ് ചെയ്തു, C5B എന്ത് ചെയ്യും? ആ കോംപ്ലിമെൻറ്റിനോട് ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ C5B എന്ന് പറഞ്ഞൊരു കോംപ്ലിമെൻറ്റ് കൺവേർട്ടേഴ്സ് അല്ല, കൺവേർട്ട് ചെയ്യുന്ന C5B എന്ന് പറഞ്ഞൊരു കാസ്കേഡ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ C5Bനോട് C6ഉം C7ഉം കൂടെ ആഡ് ചെയ്യും. കാരണം ദേ വിൽ സ്റ്റെബിലൈസ്. C5B എന്നുള്ളൊരു സ്റ്റേബിൾ കോംപ്ലക്സ് അല്ല, അവർ സ്റ്റെബിലൈസ് ചെയ്യാനാണ് C6ഉം C7ഉം ആഡ് ചെയ്യുന്നത്. ഇവരങ്ങനെ C5B 6 7 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിനോട് 8ഉം കൂടെ ആഡ് ചെയ്യും, ബിക്കോസ് 8 ഹെൽപ്സ് ഇൻ ടാർഗറ്റിംഗ് ദി സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ പെനിട്രേറ്റ് ചെയ്യാനല്ലേ, മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് അല്ലേ. അപ്പം ഈ ഓർഗാനിസത്തിന് മെംബ്രെയിൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാർഗറ്റ് സെൽ മെംബ്രെയിൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് C8ഉം C7ഉം കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ C5B 6 7 8 ആവും. ഫൈനലി എന്ത് ചെയ്യും? 9നെ കൂടെ ആഡ് ചെയ്യും. 9 എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? 9 ഹെൽപ്പ് ചെയ്യുന്നത് പോളിമറൈസസ് ദി 9 ഇൻറ്റു ട്യൂബുലർ ചാനൽ. C9 കോസസ് ദി ഫോർമേഷൻ ഓഫ് ചാനൽ ഓർ പോർ. ഈ ടാർഗറ്റ് C5B എന്നുള്ളത് ഒരു അൺസ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. അപ്പോൾ 6ഉം 7ഉം അവരെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ആൻഡ് 7ഉം 8 എന്ത് ചെയ്യും? ടാർഗറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സെൽ മെംബ്രെയിനെ. 9 എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആ ടാർഗറ്റഡ് മെംബ്രെയിനിൽ പോർസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പോർസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഉള്ളിൽ ഹൈഡ്രോഫിലിക്കും പുറമെ ഹൈഡ്രോഫോബിക്കും ആയിട്ടുള്ള ഒരു ട്യൂബ്യൂളായിരിക്കും ഇവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വാട്ടറും അയോണും എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെല്ല് സ്വെല്ല് ചെയ്യും, ലൈസിസ് സംഭവിക്കും. ഇങ്ങനെയാണ് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ആ സെല്ലിനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓൾട്ടർനേറ്റീവ് പാത്വേ. ഓൾട്ടർനേറ്റീവ് പാത്വേ എന്ന് പറയുമ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൻറ്റിബോഡിയാണ്. ഇവിടെ വരുന്ന കോംപ്ലിമെൻറ്റ് ഫാക്ടർ B, ഫാക്ടർ D ആൻഡ് പ്രൊപ്പോർഡിൻ ആണ്. ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇനീഷ്യേറ്റഡ് ബൈ ദി ഫോറിൻ initiated by various cell surface constituents that are foreign to the host. എക്സാമ്പിൾ ബാക്ടീരിയൽ എൻഡോടോക്സിൻ പോലത്തെ ഫോറിൻ സബ്സ്റ്റൻസ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് പാത്വേനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദി ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് കമ്പോണൻറ്റ് ടു ബി ഇൻവോൾവ് ഇൻ ദി ഓൾട്ടർനേറ്റീവ് പാത്വേ ഈസ് എ ഫ്രീ C3 in the serum. And C3 hydrolyzes spontaneously to generate C3A and C3B. C3A എന്ത് ചെയ്യും? ഡിഫ്യൂസ് ആയിട്ട് റിമൂവ് ചെയ്യും. C3B എന്ത് ചെയ്യും? ആഡ് ഓൺ ചെയ്യും. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഫോം ചെയ്യും. ഇപ്പോൾ C3 കൺവെർട്ടേഴ്സ് ഫോം ചെയ്തു, C3 കൺവെർട്ടേഴ്സ് C5 ആയിട്ട് മാറും. C5 എന്ത് ചെയ്യും? C5 കൺവെർട്ടേഴ്സ് എന്നുള്ളത് ഫോർമേഷൻ ഓഫ് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യും. ഇതെല്ലാം സെയിം സ്റ്റെപ്പാണ്. ആ ഫ്ലോ ചാർട്ട് ഒന്ന് പറയാം. അപ്പോൾ ഫ്ലോ ചാർട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ലെസിത്തിൻ പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ക്ലാസിക്കൽ പാത്വേ സിമിലർ ആണ്, ബട്ട് ആൻറ്റിബോഡി ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, ഇത് കോംപ്ലിമെൻറ്റ് പാത്വേ ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് ലെസിത്തിൻ പാത്വേ. ലെസിത്തിൻ മാത്രമല്ല ഓൾട്ടർനേറ്റീവ് പാത്വേയും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ തന്നെയാണ്. ഓക്കെ, then it mediated through the lecithin proteins of the host that interact with the nanos residue present on the microbial surface. Then except C1 ബാക്കിയെല്ലാം സിമിലർ സ്റ്റെപ്പാണ് ക്ലാസിക്കൽ പാത്വേനോട്. ഓക്കെ, ദെൻ ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇത് MBL
MASP കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. MB എന്ന് പറയുമ്പോൾ മാനോസ് ബൈൻഡിങ് പ്രോട്ടീൻ്റെ കൂടെ മാനോസ് റെസിഡ്യൂസ് എന്ന മൈക്രോബിയൽ സർഫസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എലോങ് വിത്ത് MASP എന്ന് പറയുമ്പോൾ എന്താ, MBL അസോസിയേറ്റഡ് സെറിൻ പ്രോട്ടിയേസ്. MBL അസോസിയേറ്റഡ് സെറിൻ പ്രോട്ടിയേസ് ജോയിൻ ചെയ്ത് MBL MASP കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിനോട് ബാലൻസ് എന്ത് ചെയ്യും, C2Aയും C2ഉം C4ഉം ഇതേപോലെ കോംപ്ലിമെൻറ്റ് ആഡ് ഓൺ ചെയ്ത് ഫൈനലി സെയിം C3 കൺവെർട്ടേഴ്സ് ഫോം ചെയ്യും, പിന്നെ C5 കൺവെർട്ടേഴ്സ് ഫോം ചെയ്യും, നെക്സ്റ്റ് മെംബ്രെൻ അറ്റാക്ക് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനി നമുക്ക് ആ ചാർട്ട് ഒന്ന് നോക്കാം, ഫ്ലോ ചാർട്ട്. കോംപ്ലിമെൻറ്റ് പാത്വേസിനെയും പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുമ്പോൾ എന്താ, ആൻറ്റിബോഡി ഡിപ്പെൻഡൻ്റ്. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിനോട് C1 കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യും, അതാണ് ഇനീഷ്യേഷൻ സ്റ്റെപ്പ്. അങ്ങനെ C1 കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ C1Q C1R and C1S എന്നതിൻ്റെ സബ് യൂണിറ്റ്സ്. C1Q എന്ത് ചെയ്യും, കാൽഷ്യത്തിൻ്റെ പ്രസൻസിൽ ഇവർ ആക്റ്റീവ് ആവും. ഈ C1Q C1R C1Sനെയും ആക്ടിവേറ്റ് ആക്കും. അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി C1 കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, ഇനി ഇവരോട് ഈ C4 കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്തിട്ട് ഇനാക്റ്റീവ് ഫോമിൽ കാണുന്നില്ല സെറത്തിൽ, ബട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് വരുമ്പോഴത്തേക്കും അവരുടെ FC റീജിയനിലേക്ക് ഇവർ ബൈൻഡ് ചെയ്യും. അങ്ങനെ FC റീജിയനിലേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ C4Aക്ക് പറ്റത്തില്ല, C4Bക്കേ പറ്റത്തുള്ളൂ. FC റീജിയൻ ഓഫ് B ലാർജ് സബ് യൂണിറ്റിനോടാണ് ഇവർ ബൈൻഡ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞിരുന്നു. സോ ഇവർ ആൻറ്റിജൻ ആൻറ്റിബോഡി C1 കോംപ്ലക്സിനോട് ഈ C4 ആഡ് ചെയ്യുമ്പോഴത്തേക്കും C1S എന്നുള്ള ഈ കോംപ്ലിമെൻറ്റിന് എസ്റ്ററേസ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ അതൊരു പ്രോട്ടിയോലൈസിസ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു ലൈസിസ് സംഭവിക്കും പ്രോട്ടീൻ്റെ. അങ്ങനെ C4Aയും C4B ആയിട്ട് മാറും. C4A എന്താ, സ്മോളർ ഫ്രാഗ്മെൻ്റ് ആണ്, റിമൂവ് ചെയ്യും. C4Bനെ ആഡ് ചെയ്യും. അങ്ങനെ C14B ഫോം ചെയ്യും. ഓക്കെ, ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് C14B ഫോം ചെയ്യും. ഇനി ഈ C14Bനോട് C2നെ നമ്മൾ ആഡ് ചെയ്യും. C2നെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതേപോലെ C2Bയും C2Aയും ഉണ്ടാവും. ഇതിനകത്ത് C2A ആയിരിക്കും ആഡ് ആവുന്നത്. അങ്ങനെ C14B 2A ഫോം ചെയ്യും. ഇതാണ് കോംപ്ലക്സ്. ഓക്കെ, കൈനിൻ ലൈക്ക് ആക്ടിവിറ്റിയാണ് C2Bക്കുള്ളത്. ഇത് അനാഫൈലോടോക്സിക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവർ റിമൂവ് ചെയ്തത്. C2Bക്ക് കൈനിൻ ലൈക്ക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അവർ റിമൂവ് ചെയ്തു. അങ്ങനെ ഇവരെന്ത് ഫോം ചെയ്തു, C3 കൺവെർട്ടേഴ്സ് ഫോം ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു, ആൻറ്റിജൻ ആൻറ്റി കോംപ്ലക്സിനോട് C1നെ ആഡ് ചെയ്തു. C1 എന്ത് ചെയ്തു, C4നെ എന്ത് ചെയ്തു, പ്രോട്ടിയോലൈസിസ് സംഭവിച്ചു എസ്റ്ററേസ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ C4Aനെ റിമൂവ് ചെയ്തു, C4B ആഡ് ചെയ്തു. ഇനി C2 എന്ത് ചെയ്യും, ഇൻ ദ പ്രസൻസ് ഓഫ് മഗ്നീഷ്യം C2B C2A ആയിട്ട് മാറും. ഇത് C2A ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ C14B 2A ഫോം ചെയ്തു. ആൻഡ് ഇതിനെയാണ് C3 കൺവെർട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലാസിക്കൽ പാത്വേയിൽ C3 കൺവെർട്ടേഴ്സ്, ഫോർമേഷൻ ഓഫ് C3 കൺവെർട്ടേഴ്സ് എന്ന് പറയില്ലേ, വിച്ച് C14B 2A ആണ്. നെക്സ്റ്റ് എന്താ, ലെസത്തിൻ പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും മാനോസ് ബൈൻഡിങ് ലെസത്തിനോട് മാനോസ് റെസിഡ്യൂൽ ഓൺ ദി മൈക്രോബിയൽ സർഫസിൽ മാനോസ് റെസിഡ്യൂ എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അങ്ങനെ അവർ ബൈൻഡ് ചെയ്ത് MBL MASP കോംപ്ലക്സ് ഫോം ചെയ്യും അലോങ് വിത്ത് ദി അഡീഷൻ ഓഫ് MASP എന്താ, MBL അസോസിയേറ്റഡ് സെറിൻ പ്രോട്ടിയേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ്. ഇവർ രണ്ടും കൂടെ ബൈൻഡ് ചെയ്തിട്ട് MBL MASP കോംപ്ലക്സ് ഫോം ചെയ്യും. ഇവരോട് എന്ത് ചെയ്യും, ഇവിടുത്തെ പോലെ തന്നെ ഈ C1 എന്നുള്ള ഒരു സ്റ്റെപ്പ് ഒഴിച്ച് ബാക്കി 2 സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. C4നെ ആഡ് ചെയ്യും. C4നെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, C4 അനാഫൈലോടോക്സിക് ആണ്, അതിനെ കളഞ്ഞു. ആൻഡ് C4B എന്ത് ചെയ്യും, ലാർജർ ഫ്രാഗ്മെൻ്റ് ആണ്, അവർ ബൈൻഡ് ചെയ്ത് MC4B ആയിട്ട് മാറും. ഇവരോട് C2 വന്നു. C2നകത്ത് C2B എന്നുള്ളത് കൈനിലേക്ക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അവർ റിമൂവ് ചെയ്തു. C2Aനെ ബൈൻഡ് ചെയ്ത് ഈ MBL MASP C4B 2A, ഇവിടെ C4B, ആ C4B അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ 2A ആഡ് ചെയ്തു, C4B 2A, അതാണ് C3 കൺവെർട്ടേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതാണ് C3 കൺവെർട്ടേഴ്സ് വരുന്നത്. ബാക്കി സ്റ്റെപ്പ് സെയിം ആയതുകൊണ്ട് ഒരുമിച്ച് പറയാം. നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് പാത്വേ എങ്ങനെയാണ്, ഓൾട്ടർനേറ്റീവ് പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ C3 ഹൈഡ്രോലൈസ് സ്പോണ്ടേനിയസ്ലി. ഓൾട്ടർനേറ്റീവ് പാത്വേയിൽ അങ്ങനെ സംഭവിക്കുന്നത്, C3 സ്പോണ്ടേനിയസ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യും. അങ്ങനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിയുമ്പോൾ C3Aയും C3B ആയിട്ട് കൺവേർട്ട് ആവും. ഇതിനകത്ത് C3A എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. സ്മോളർ ഫ്രാഗ്മെൻറ്റാണ്. ലാർജർ ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യും, ഇനീഷ്യേറ്റർ പ്ലസ് C3B സർക്കുലേഷനിൽ കാണും. ഇനീഷ്യേറ്റർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു എൻഡോടോക്സിൻ ആണ്. ഓക്കെ, ഇവിടുത്തെ C3 എന്നുള്ളത് ഒരു ബാക്ടീരിയൽ എൻഡോടോക്സിൻ ആയിരിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഈ C3B എന്നുള്ളത് സർക്കുലേഷനിലുള്ള C3B എന്നുള്ളത് ബൗണ്ട് ഫോമിലേക്ക് മാറും. അങ്ങനെ C3B ബൗണ്ട് ഫോമിലുള്ള C3B ഫാക്ടർ ബിനോട് ബൈൻഡ് ചെയ്ത് C3B ക്യാപിറ്റൽ B ആയിട്ട് മാറും. ഈ C3B ക്യാപിറ്റൽ B എന്നുള്ളത് ഫാക്ടർ D ആഡ് ചെയ്യുമ്പോഴത്തേക്കും ക്യാപിറ്റൽ B സ്മോൾ a ക്യാപിറ്റൽ B സ്മോൾ b ആയിട്ട്, ഫാക്ടർ ബിനെ ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്തതല്ലേ,
ഈ ബീനെ ഫാക്ടർ ഡി കൊടുക്കുമ്പോൾ അതൊരു പ്രോട്ടീലേസസ് സംതിങ് ഒരു ഉള്ള ഫാക്ടറാണ് ഫാക്ടർ ഡി. അവരെന്ത് ചെയ്യും, ഈ ബീനെ ബി സ്മോളെ ബി സ്മോൾ ബി ആയിട്ട് മാറ്റും. ബി സ്മോൾ എന്ന് പറയുമ്പോൾ സ്മോളർ ഫ്രാഗ്മെൻറ്റ് റിമൂവ് ചെയ്തു, ലാർജർ ഫ്രാഗ്മെൻറ്റ് ബി സ്മോൾ ബി എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അങ്ങനെ C3b ക്യാപിറ്റൽ ബി സ്മോൾ ബി ആയിട്ട് മാറും. അതാണ് C3 കൺവേർട്ടേഴ്സ്. ഇവരെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോപ്പർഡിനാണ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ ദാറ്റ് C5 കൺവേർട്ടേഴ്സും മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സും സിമിലർ ആണ് 3 പാത്വേയുടെയും. അതായത് ഇപ്പോൾ C3 കോംപ്ലക്സ് പ്രോട്ടീൻ കൺവേർട്ടേഴ്സ് ഫോം ചെയ്തല്ലോ, അതായത് ഇവരോട് C3 എന്നുള്ളത് C3aയും C3b ആയിട്ട് കൺവേർട്ട് ആവും. അതായത് പ്രോട്ടീലേസസ് സംഭവിക്കുമ്പോഴത്തേക്കും C3a റിമൂവ് ആവും, C3b ഇവരോട് ആഡ് ചെയ്യും. അങ്ങനെ ഈ C14b2a C3 കൺവേർട്ടേഴ്സ് എന്നുള്ളത് C5 കൺവേർട്ടേഴ്സുമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ C3bനെ ആഡ് ചെയ്താൽ മതി. അതായത് C14b2a സിമിലർ ആണ്, ഇതിൻ്റെ കൂടെ 3bനെ ആഡ് ചെയ്തു. ഇതാണ് ക്ലാസിക്കൽ പാത്വേയുടെ C3 കൺവേർട്ടേഴ്സ്. ലെസത്തിൻ്റെ ആണെങ്കിലോ MBL ബാർ MASB C4b2a ഇതിൻ്റെ കൂടെ ഇത് സെയിം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ കൂടെ 3bനെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് പാത്വേയുടെ ആണെങ്കിലോ C3b ക്യാപിറ്റൽ ബി സ്മോൾ ബി ഇവിടുത്തെ സെയിം തന്നെ, അതിൻ്റെ കൂടെ 3bനെ ആഡ് ചെയ്തു, 3 സ്മോൾ ബിനെ ആഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ അവർ C5 കൺവേർട്ടേഴ്സായിട്ട് കൺവേർട്ടായി. ഇനി C5 കൺവേർട്ടേഴ്സിനോട് C5 ആഡ് ചെയ്യും. C5 ആഡ് ചെയ്തൊരു അനാഫൈല ടോക്സിനാണ് C5a. അങ്ങനെ C5b മാത്രം വരും. അങ്ങനെ C5b കോംപ്ലിമെൻറ്റ് ഫോം ചെയ്തു. ഓക്കെ, ഈ C5b കോംപ്ലിമെൻറ്റിനോട് C6ഉം C7ഉം ബൈൻഡ് ചെയ്യും. എന്തിനാ, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. C5b ഒരു ലബൈലാണ്, അതുകൊണ്ട് സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടി C6 C7 ആഡ് ചെയ്തു. അങ്ങനെ C5b 6-7 ആയിട്ട് മാറി. ഇനി 8നെ ആഡ് ചെയ്യുന്നത് എന്തിനാ, ദേ ഹെൽപ്സ് ഇൻ ടാർഗറ്റിംഗ് ദ സെൽ മെംബ്രെയിൻ, പെനട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെനട്രേറ്റിംഗ് ദ ടാർഗറ്റ് സെൽ മെംബ്രെയിന് C7ഉം C8ഉം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ 8നെ ആഡ് ചെയ്തു. അങ്ങനെ C5 6 7 8 ആയി. ഇനി അതിനോട് 9നെ ആഡ് ചെയ്യും. ഇതിനാണ് 9 എന്ന് പറയുമ്പോൾ ടാർഗറ്റഡ് സെൽ മെംബ്രെയിൻ്റെ പ്രോട്ടീൻസിൽ പോർസ് ഉണ്ടാക്കാൻ വേണ്ടി 9 ഹെൽപ്പ് ചെയ്യും. C5b 6 7 8 9 ആയിട്ട് മാറും. ഇതാണ് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്. ആൻഡ് വൺസ് ഇവർ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു സെൽ ഡാമേജ് ലൈസ് സംഭവിക്കും. അതായത് ഇവർ ഉള്ളിൽ ഹൈഡ്രോഫിലിക്കും ഔട്ടർ ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് അയോൺസും വാട്ടറും ഒക്കെ ഉള്ളിലേക്ക് പോർസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പോർസിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും ഈ ബാക്ടീരിയ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒക്കെ. അങ്ങനെ എന്ത് സംഭവിക്കും, അവരുടെ ഉള്ളിലേക്ക് കൂടുതൽ അയൺസും വാട്ടറും ചെല്ലുമ്പം അവർ സ്വെല്ലിങ് അവരുടെ സെൽ മെംബ്രെയിൻ്റെ സ്വെല്ലിങ് സംഭവിക്കും. സ്വെല്ലിങ് സംഭവിച്ച് ഫൈനലി അവർ ലൈസിസ് നടക്കും. ഇതാണ് കോംപ്ലിമെൻറ്റ് പാത്വേ. ഇനി 3 പാത്വേയുടെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യേറ്റർ എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ പാത്വേയുടെ ഇനീഷ്യേറ്റർ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആയിരുന്നു. ഓൾട്ടർനേറ്റീവ് പാത്വേയുടെ ഒരു ഇൻട്രോടോക്സിൻ. ഇറ്റ് ക്യാൻ ബി IgD, IgA, കോബ്ര വെനം, നെഫ്രൈറ്റിക് ഫാക്ടേഴ്സ് എക്സെട്ര. ലെസത്തിൻ്റെ ആണെങ്കിലോ കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ് ഓഫ് ബാക്ടീരിയൽ സെൽ വോൾ ലൈക്ക് മൈനോസ് ബൈൻഡിങ് പ്രോട്ടീൻ, മൈനോസ് ബൈൻഡിങ് ലെസത്തിൻ, അവരാണ് ലെസത്തിൻ പാത്വേയുടെ ഇനീഷ്യേറ്റർ. ദെൻ കോംപ്ലിമെൻറ്റ്, ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് ആക്ടിവേറ്റഡ് ഇൻ കേസ് ഓഫ് ക്ലാസിക്കൽ പാത്വേ C1 ആണ്. ലെസത്തിൻ പാത്വേയിൽ C1 ഇല്ല, സ്റ്റാർട്ടിങ് എന്താ അപ്പം C4-ലായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും സിമിലർ ആണ് ബാക്കി വരുന്ന 2 കോംപ്ലിമെൻറ്റ്സും. ദെൻ ഓൾട്ടർനേറ്റീവ് പാത്വേയിലാണെങ്കിലോ C3b ആണ്. ഓക്കെ, ദെൻ C3 കൺവേർട്ടേഴ്സ് ഫോർമേഷൻ ഓഫ് C3 കൺവേർട്ടേഴ്സ് ആണല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പ്. C3 കൺവേർട്ടേഴ്സ് ഇതിൻ്റെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ക്ലാസിക്കൽ പാത്വേയുടെ ആണെങ്കിൽ C14b2a. ദെൻ ഓൾട്ടർനേറ്റീവ് പാത്വേയുടെ ആണെങ്കിൽ C3b ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇവിടെ ക്യാപിറ്റൽ ബി എന്നുള്ളത് ഫാക്ടർ ബി ആണ്. സ്മോൾ ബി എങ്ങനെ വന്നത്, ഈ ബി സ്മോൾ ബി ആയിട്ട് മാറിയത് എങ്ങനെയാണ്, ബി സ്മോൾ ബി വന്നത് ഫാക്ടർ ഡി ആഡ് ചെയ്തപ്പോഴാണ്. ദെൻ ലെസത്തിൻ പാത്വേയിലാണെങ്കിലോ MBL ബാർ MASB ഇത് സിമിലറാണ്, C4b2a. ഇവിടെ ഈ 1 എന്നുള്ള ഫാക്ടർ C1 എന്നുള്ളത് ലെസത്തിൻ പാത്വേയിലില്ല, അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ C5 കൺവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, C5 കൺവേർട്ടേഴ്സ് ഇവർക്ക് ഈ C3 കൺവേർട്ടേഴ്സിൻ്റെ കൂടെ 3b ആഡ് ചെയ്യുക, 3bയും കൂടെ ഇതിനോട് ജോയിൻ ചെയ്താൽ മതി. അപ്പം എന്തായിട്ട് മാറും, C5 കൺവേർട്ടേഴ്സ് ആയിട്ട് മാറും. ദെൻ കോംപ്ലിമെൻറ്റ് ലെവൽസ് ഇൻ സെറം. ക്ലാസിക്കൽ പാത്വേയിൽ C1 to C9 ഉണ്ടാവും. ഓൾ C1 to C9 ലോ ആയിരിക്കും. ദെൻ ഓൾട്ടർനേറ്റീവ് പാത്വേയിലാണെങ്കിലോ C1 C4 C2 നോർമൽ ആയിരിക്കും, അതേഴ്സ് വിൽ ബി ലോ. ലെസത്തിൻ പാത്വേയിൽ C1 വിൽ ബി നോർമൽ, അതേഴ്സ് വിൽ ബി ലോ. ദെൻ ഇമ്മ്യൂണിറ്റി. Classical pathway activates during acquired immunity. Alternative and lecithin pathway during innate immunity. പിന്നെ പ്രീവിയസ്ലി ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചോദിക്കാം. ബയോളജിക്കൽ ഇഫക്റ്റ് ഫംഗ്ഷൻ ഓഫ് ദി കോംപ്ലിമെൻറ്റ്. ഒന്നുള്ളത് ടാർഗറ്റ് സെൽ, ഫസ്റ്റ് ഒപ്സനൈസേഷൻ ഉണ്ട്, പിന്നെ ടാർഗറ്റ് സെൽ മെംബ്രെയിൻസിൻ്റെ ഉണ്ട്.
target cell lysis by MAC, that is membrane attack complex. അത് എങ്ങനെയാ? പോർസ് ഫോം ചെയ്യും. പോർസ് ഉള്ളിൽ ഹൈഡ്രോഫിലിക്കും ഔട്ടറിൽ ഹൈഡ്രോഫോബിക്കുമാണ്. സെല്ലിൽ അയോൺസ് വാട്ടറൊക്കെ എൻ്റർ ചെയ്ത് സെൽ സ്വെല്ലിംഗ് ലൈസിസ് ഡെത്ത് സംഭവിക്കും. ഓക്കെ, കോംപ്ലിമെൻറ്റ് മീഡിയേറ്റഡ് സെൽ ലൈസിസ്. ദെൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഉണ്ട്. അനാഫൈല ടോക്സിൻസ് ലൈക്ക് C3 എന്നുള്ളൊരു അനാഫൈല ടോക്സിനാണ്. ഓക്കെ, C5A, C4A, C3A ഒക്കെ അനാഫൈല ടോക്സിൻസ് ആണ്. ഇവരൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ്. ആൻഡ് ദിസ് ബൈ പ്രൊഡക്ട്സ് ക്യാൻ ബൈൻഡ് to the surface receptors of mast cell. ഈ ബൈ പ്രൊഡക്റ്റ് അനാഫൈല ടോക്സിൻസ് വിൽ ബൈൻഡ് ടു സർഫസ് റിസെപ്റ്റേഴ്സ്. പറഞ്ഞിരുന്നു ഫർദർ ഫംഗ്ഷൻ ഈ C3 സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ചെയ്യും. അവരുടെ ഫംഗ്ഷൻ എന്താ? ദേ വിൽ ബൈൻഡ് ടു ദി സർഫസ് റിസെപ്റ്റേഴ്സ് ഇൻ ദ മാസ്റ്റ് സെൽ ആൻഡ് കോസസ് മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷൻ, റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ലൈക്ക് ഹിസ്റ്റമിൻസ് കോസിംഗ് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിയബിലിറ്റി. ദെൻ ഒപ്സണൈസേഷൻ സംഭവിക്കും. ഒപ്സണൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആരാ? C3Bയും C4Bയും. ഇവർ C5A ആണെങ്കിലോ C5A വിൽ ഓഗ്മെൻറ്റ് ദിസ് പ്രോസസ് ബൈ എൻഹാൻസിങ് ദി CR1 എക്സ്പ്രഷൻ ഓഫ് ദി ഫാഗോസൈറ്റ്സ്. ഓക്കെ, ഇവിടെ മെയിൻലി C3Bയും C4A ആണ് ഒപ്സണൈൻസ് ആയിട്ട് മാറുന്നത്. ഒപ്സണൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ റിമൂവിങ് ദി ഇമ്മ്യൂൺ കോംപ്ലെക്സ് ഫ്രം blood. C3B bound immune complexes are recognized by the complement receptor CR1 present on the RBC. That's removing immune complexes from the blood. Immune complexes bound to the RBCs are taken to the liver and spleen where they get phagocytosed. ഓക്കെ, ബ്ലഡിലുണ്ടാകുന്ന കോംപ്ലിമെൻറ്റ്സിനെ എന്ത് ചെയ്യും? കോംപ്ലിമെൻറ്റ് കോംപ്ലക്സിനെ ഇവർ ദേ വിൽ ബൈൻഡ് ടു ദി RBCs ആൻഡ് ദേ വിൽ ടേക്കൺ അപ്പ് ടു ദി ലിവറിലെത്തിയിട്ട് ഫാഗോസൈറ്റോസിസ് നടക്കും. ഓക്കെ, ദെൻ വൈറൽ ന്യൂട്രലൈസേഷൻ. C3B മീഡിയേറ്റ് ഓപ്സണൈസേഷൻ വഴിയാണ് വൈറൽ ന്യൂട്രലൈസേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് റെഗുലേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് പാത്വേ. റെഗുലേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും ദി കോംപ്ലിമെൻറ്റ് പാത്വേ regulatory mechanisms have evolved to restrict the complement activity only to the designated target cell. There are a series of regulatory proteins which inactivate various complement compounds at different stages. So, complement pathway അവിടെ റെസ്ട്രിക്റ്റഡ് ലൈക്ക് ഇവരെന്താ ചെയ്യുന്നത്? സെൽസിൻ്റെ സ്വെല്ലിങ്, ടാർഗറ്റഡ് സെല്ലിൻ്റെ സ്വെല്ലിങ് അതിൻ്റെ കില്ലിംഗ് ആണ് നടത്തുന്നത്. അപ്പം അങ്ങനെ മെംബ്രേൻ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴത്തേക്കും ഹോസ്റ്റ് സെല്ലിനെ അത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഹോസ്റ്റ് സെല്ലിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റെഗുലേറ്ററി പ്രോട്ടീൻസ് ഉള്ളത്. ഓക്കെ, റെഗുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? C1 ഇൻഹിബിറ്ററും DAFഉം. C1 ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ C1 എസ്റ്ററേസ് ഇൻഹിബിറ്ററാണ്. സോലുബിൾ ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻഹിബിറ്റ് ദി ആക്ഷൻ ഓഫ് C1Q. And by splitting C1QRS into C1RS and C1Q, thus the whole classical pathway is inhibited. അപ്പോൾ C1 എസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ് ക്ലാസിക്കൽ പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഇവർക്കൊരു ഡെഫിഷ്യൻസി C1 എസ്റ്ററേസ് ഇൻഹിബിറ്ററിൻ്റെ ഡെഫിഷ്യൻസി സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ക്ലാസിക്കൽ പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ക്ലാസിക്കൽ പാത്വേയുടെ ഓവർ ആക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെ ഓവർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹെറിഡിറ്ററി ആൻജിയോ എഡിമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. ഡിസീസാണത്, ഹെറിഡിറ്ററി ആൻജിയോ എഡിമ. DAF എന്ന് പറയുമ്പോൾ decay accelerating factor, that is CD55 molecules present in the cell membrane accelerate dissociation of C3 converters, thus inhibiting all three pathways. ഇപ്പോൾ DAF എന്താ ചെയ്യുന്നത്? ഡിസോസിയേഷൻ ഓഫ് C3 കൺവെർട്ടേഴ്സിൻ്റെ ഫോർമേഷൻ അവർ ആക്സിലറേറ്റ് ചെയ്യും, അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും. C3 കൺവെർട്ടേഴ്സിനെ C5ലേക്ക് കൊണ്ടുപോകുന്നില്ല, കൺവേർട്ട് ചെയ്യുന്നില്ല, അവിടെ ഡിസോസിയേറ്റ് ആയി പോകും. അപ്പം ഇവർ 3 പാത്വേസിനെ ഇൻവോൾവ് ചെയ്യും, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? 3 പാത്വേയിലും C3 to C5 കൺവേർഷൻ സിമിലറാണ്. ഓക്കെ, അങ്ങനെ പോകുമ്പം ലൈക്ക് C3 കൺവേർട്ടേഴ്സ് DK ആക്സിലറേറ്റിംഗ് ഫാക്ടറിന് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ഡീറെഗുലേറ്റഡ് ആയിട്ടുള്ള C3 കൺവേർട്ടേഴ്സ് ഇൻക്രീസസ് ദി RBC ലൈസസ്. ഓക്കെ, ബിക്കോസ് ഈ C3 കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? കുറേ C3 കൺവേർട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദേ വിൽ കോസസ് RBC ലൈസസ്. ഓക്കെ, അങ്ങനെ കുറച്ച് ഡിസീസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസാണ് പാരോക്സിസോമൽ നോക്സിനൽ ഹീമോഗ്ലോബിനൂറിയ.